ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അഗ്രീയിങ്ങും ഡിസഗ്രീയിങ്ങും റെസ്പോണ്ടിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. വിൽ യു ബി ദേർ? താങ്കൾ അവിടെ ഉണ്ടായിരിക്കുന്നുവോ? വിൽ യു ബി ഇൻ ഓഫീസ് അറ്റ് 6 o'clock? താങ്കൾ 6 മണിക്ക് ഓഫീസിൽ ഉണ്ടായിരിക്കുമോ? Probably I have a lot to do this day. My work is usually over by 5:30. അതാണ് സാധ്യത. എനിക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. പതിവായി എൻ്റെ ജോലി നിർത്തുന്നത് 5:30-നാണ്. Are you going to buy a car? താങ്കൾ കാർ വാങ്ങാൻ പോകുന്നുവോ? I guess so. ഞാൻ അങ്ങനെ കരുതുന്നു. I guess so. It is a little expensive though. അത് അല്പം ചിലവ് കൂടുതലാണ് എങ്കിലും ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. Have they finished their meals? അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുവോ? I guess so. I found them on the visiting room. ഞാൻ അങ്ങനെ ഊഹിക്കുന്നു. ഞാൻ അവരെ സന്ദർശന മുറിയിൽ കണ്ടു. Was Sheila very angry with you? ഷീല നിന്നോട് വളരെ ദേഷ്യത്തിലായിരുന്നു. Yes, I am afraid so. അതെ, ഞാൻ അങ്ങനെ ഭയപ്പെടുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയ അഗ്രീയിങ് ഡിസഗ്രീയിങ് റെസ്പോൺസിൻ്റെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പുതിയ ചാനലായ കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ ഞാൻ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി, സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയും അക്കൗണ്ടൻസി ടിപ്സുകളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും അക്കൗണ്ടൻസി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും അക്കൗണ്ടൻസി പഠിക്കുന്നവരുണ്ടെങ്കിൽ അത് അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ടു നോക്കുക. ഓക്കെ. അപ്പോൾ അതിന് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. ഓക്കെ. നിങ്ങൾ അതും കൂടി എന്നെ ഇതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് കാണുന്നവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അതിൽ ഞാൻ നിങ്ങൾക്ക് അതിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ വാട്സപ്പ് നമ്പറാണ്. വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും. അത് ഓഫ്ലൈനും ഓൺലൈനുമായിട്ടാണ് ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് അഗ്രീയിങ്ങും ഡിസഗ്രീയിങ്ങും റെസ്പോണ്ടിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് 5 ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോകൾ കാണുക, ക്ലാസ്സുകൾ കാണുക. എന്നിട്ട് ഈ ക്ലാസ്സുകൾ കാണുന്നതായിരിക്കും നല്ലത്. എന്നാലാണ് നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്താൽ കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. സീ യു.